വിപുലമായ ചടങ്ങുകളോടെയാണ് ഇത്തവണ കൃഷ്ണായനം മോക്ഷ 2026 എന്ന പേരിൽ ആത്മീയ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിയെ ആനന്ദവല്ലീശ്വരത്തേക്ക് ആനയിച്ചു. തുടർന്ന് NSS ഗംഗാ ഓഡിറ്റോറിയത്തിൽ ജ്ഞാനകാണ്ഡത്തിന് തുടക്കമായി. ഭാരതീയ സംസ്കൃതി, ആ സംസ്കൃതിയുടെ എല്ലാ വഴിത്തിരിവുകളിലും എന്തു ചെയ്യണം, എന്തു പറയണം, എന്ത് സങ്കല്പിക്കണം എന്നുള്ളതെല്ലാം മാറ്റുരച്ചു നോക്കിയത് പ്രപഞ്ചശക്തിയുടെ, പ്രകൃതി നിയമത്തിൻ്റെ, പരമമായ അറിവിൻ്റെ ഉരകല്ലിലാണ്. ജ്ഞാനം, അറിവ്, വേദം ആണ് പ്രമാണം എന്ന് ഈ പരമ്പരയിലെ ഓരോ ആചാര്യന്മാരും ഓരോ നിമിഷവും ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടേ. മോക്ഷയുടെ മുഖ്യ രക്ഷാധികാരി S. നാരായണസ്വാമി അധ്യക്ഷനായ ചടങ്ങിൽ യജ്ഞാചാര്യൻ സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നു മുതൽ മെയ് 10 വരെ ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ ജ്ഞാനകാണ്ഡത്തിന്റെ ഭാഗമായി ആത്മീയ പ്രഭാഷണങ്ങളും ക്ലാസുകളും നടക്കും. മെയ് 11 മുതൽ 15 വരെ ഉപാസനാകാണ്ഡത്തിന്റെ ഭാഗമായി യോഗയും ധ്യാനവും തുടങ്ങി പ്രത്യേക പരിശീലന ക്ലാസുകളുമുണ്ട്. മൂന്നാം ഘട്ടമായ കർമ്മകാണ്ഡം ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 1 വരെ കൊല്ലം കളക്ട്രേറ്റിന് വടക്കുവശമുള്ള മൈതാനത്താണ് നടക്കുക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യതന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നവഗ്രഹയാഗം, പുരുഷസൂക്തയാഗം, രുദ്രയാഗം, സരസ്വതിയാഗം, കുബേരയാഗം എന്നീ പഞ്ചമഹായജ്ഞങ്ങളാണ് നടക്കുക. സപ്തധാര പത്മ ശിവലിംഗ ഗുഹാക്ഷേത്ര നിർമ്മാണം, സ്പിരിച്വൽ ഗ്രോത്ത്, ഓൾഡ് ഏജ് ഹോം രൂപീകരണം എന്നിവയുടെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ ക്വിസ് മത്സരങ്ങൾ, കലാപരിപാടികൾ, ഭാഗ്യ നറുക്കെടുപ്പ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2000-ഓളം പേർക്ക് ഈ സംഗമത്തിൽ പങ്കാളികളാവാൻ അവസരമുണ്ടാകും. ജനം, കൊല്ലം.